ഇന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ. രാവിലെ തന്നെ മാമൻ്റെ വീട്ടിൽ നിന്ന് വല്യമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ബീഫ് വെച്ചിട്ടുണ്ട്, വായു നമുക്ക് കഴിക്കാമെന്നു. എൻ്റെ വീട്ടിൽ ബീഫ് വെക്കരുതെന്ന് അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു ദിവസം വല്യമ്മോട് പറഞ്ഞു. അപ്പോൾ വല്യമ്മയ്ക്ക് വിഷമം. നല്ല ബീഫിൻ്റെ മണം കയറാം. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ വീട്ടിലെ കാരണന്മാരുടെ കടമ. അപ്പോൾ വല്യമ്മയ്ക്കാണെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാര്യം ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ബീഫ്, പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. വീട്ടിൽ വെച്ച മാതിരി കഴിക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു, കേരള സ്റ്റോറി. എന്തായാലും ശരി, ഞാനും ഷാനും ആസ്വദിച്ചങ്ങ് കഴിച്ചു. ഇതാണ് പറയണത്, നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോപ്പല്ല ബീഫ് ചൂടുണ്ട്, ചൂട് പറയല്ലേ. അമ്പലത്തിലെ പരിപാടിയാനും കുറച്ച് നാളായിട്ട് വെജിറ്റേറിയൻ ആയിരുന്നു. അതിൻ്റെ ക്ഷീണം അങ്ങ് ഞാൻ തീർത്തു. പ്ലേറ്റൊക്കെ അങ്ങ് വടിച്ച് തീറ്റ കഴിഞ്ഞ ഒരു കുളി മസ്റ്റാ. ഷാനു വണ്ടിയിൽ നനച്ചു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നല്ല നാടൻ കറിവേപ്പിലും കൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു.